എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകമാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം എങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിച്ചത്, ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് 1-ാം അധ്യായം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചവൻ, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടയവൻ, എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. 6 ദിവസം കൊണ്ട് ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഏതൊരു വിശ്വാസത്തിൻ്റെയും, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകമായും അടിസ്ഥാനം ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തെ അംഗീകരിക്കാതിരിക്കലാണ് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ദൈവമല്ല ഞങ്ങളുടെ ഉടയവൻ, ദൈവമല്ല ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് കാണിച്ചു തീർക്കുവാൻ, വരുത്തി തീർക്കുവാൻ ലോകം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഫിലോസഫിയുടെയും ഒക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചു എന്നതിന് ആദ്യമായി നമ്മൾ കാണുന്ന ഒരു ആശയം, എതിരായി നമ്മൾ കാണുന്ന ഒരു ആശയം ഇവല്യൂഷനാണ്, പരിണാമവാദമാണ്. ലോകം മുഴുവൻ പരിണമിച്ചുണ്ടായതാണ്. ഒരു ബിഗ് ബാങ് തിയറി, എവിടെയോ ഉണ്ടായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ഉണ്ടായ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണെന്ന് ഭൂമിയും, ആ ഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഒരു ഏകകോശ ജീവി ഉണ്ടാവുകയും ആ ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവികളുണ്ടായി. ഈ ബഹുകോശ ജീവികളിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും പരിണമിച്ചുണ്ടായത് എന്ന് പറയുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നത് 24 മണിക്കൂർ ഉൾപ്പെടുന്ന 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ കാണുന്നതിനെ മൊത്തം സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി വന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നതിന് എതിരായിട്ട് നമ്മൾ കാണുന്ന ആദ്യത്തെ ആശയം പരിണാമവാദമാണ്. പരിണാമവാദത്തിന് 2-3 അടിസ്ഥാനപരമായ സാമൂഹിക വിപത്തുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമതായി, നിങ്ങൾ കണ്ടിട്ടില്ലേ ഭക്ഷ്യശൃംഖല? ഭക്ഷ്യശൃംഖല എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അല്ലേ? പുൽച്ചാടിയെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ തിന്നുന്നു, കുറുക്കനെ പുലി എന്തെങ്കിലും തിന്നുന്നു, അതിനെ സിംഹം കഴിക്കുന്നു, ഇങ്ങനെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ സിംഹം കഴിക്കുന്നു. ഇതാണ് ഭക്ഷ്യശൃംഖലയുടെ ശ്രേണി എന്ന് പറയുന്നത്. നോക്കൂ, ഇതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കോഴിക്ക് പുൽച്ചാടിയെ തിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറുക്കന് ഈ കോഴിയെ തിന്നെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊല്ലൽ എന്ന് പറയുന്നത് ഒരു നിലനിൽപ്പിൻ്റെ സമരമാണ്. അവരുടെ ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷ്യശൃംഖല തുടർന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മറ്റ് ജീവജാലങ്ങളെ കൊല്ലുന്നത് ഒരു തെറ്റല്ല എന്നാണ് പറയുന്നത്. ഒരു തെറ്റല്ല. എത്ര ഭയങ്കരമായ ഒരു ആശയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജീവി, കോഴിയെ കുറുക്കൻ തിന്നുന്നു, കുറുക്കൻ കോഴിയെ തിന്നുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ കൊല്ലുന്നത് തെറ്റല്ല, പാപമല്ല എന്നാണ് ഈ പറയുന്ന ആശയം. നമ്മൾ ഇത് വളരെ നിസ്സാരമായിട്ട് കാണും. എന്തുകൊണ്ടാണ്? കോഴിയും കുറുക്കനും ഒക്കെ ആയതുകൊണ്ടാണ്. ഒരു പക്ഷേ മനുഷ്യനിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമോ? മനുഷ്യ ജീവിതത്തിലേക്ക്. ഇതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ഫാസിസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നാസികളൊക്കെ വളരെ വലിയ ഫാസിസ്റ്റുകളായിരുന്നു. അവർ വിചാരിച്ചു യഹൂദന്മാരായിട്ടുള്ള ആളുകൾ
ഞങ്ങളുടെ സമൂഹത്തിൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അതുകൊണ്ട് യഹൂദന്മാരെ മുഴുവൻ കൊന്നെടുക്കാം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ച് യഹൂദന്മാരെ വംശഹത്യ ചെയ്യുകയായിരുന്നു അന്നത്തെ ഈ ഫാസിസ്റ്റ് ശക്തികൾ ചെയ്തത്. അവരെ സംബന്ധിച്ചോളം ഈ കൊല്ലലൊരു തെറ്റല്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ വംശത്തിൻ്റെ നിലനിൽപ്പിന് ഈ യഹൂദന്മാരായ ആളുകൾ ഭീഷണിയാണ്, അതുകൊണ്ട് അവരെ കൊല്ലുന്നത് ഒരു തെറ്റല്ല എന്നാണ് അവർ പറഞ്ഞു വന്നത്. എത്ര ക്രൂരമായ ലോകമാണല്ലേ, എത്ര ക്രൂരമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഒരിക്കൽ ഒരു മഹാ ഇതിഹാസത്തിലാണെങ്കിൽ സഹോദരന്മാരും ബന്ധുക്കളുമായിട്ടുള്ള മനുഷ്യരെ കൊന്നൊടുക്കണമെന്ന് യോദ്ധാവ് പറയുമ്പോൾ അവരുടെ ആശയത്തിൻ്റെ ഉറവിടമായ ദൈവമെന്ന് പറയുന്നു, ധർമ്മം ജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവരെയൊക്കെ കൊന്നുകളയാം എന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവായ യേശു പറയുന്നു, നീ നിൻ്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ കുലപാതകം ചെയ്യുന്നു. നീ നിൻ്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുമ്പോൾ ജീവൻ എടുക്കുന്നത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെ, ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനെ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ, അവനെ കളിയാക്കുമ്പോൾ, നീ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു സഹോദര നീ യൂസ്ലെസ് ആണ്, നിന്നെക്കൊണ്ട് ഉപയോഗമില്ല, നീ മന്ദബുദ്ധിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ കൊല ചെയ്യുകയാണ്. അങ്ങനെ കൊല ചെയ്യുകയാണെങ്കിൽ അത് കുലപാതകമാണ്. നോക്കൂ, വേദപുസ്തകം മനുഷ്യനെ എത്ര കരുതലോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ദൈവം എത്ര സ്നേഹാർദ്രമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം മെനഞ്ഞെടുത്തു, എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. സ്വന്തം ജീവനേക്കാൾ വില ഈ മനുഷ്യന് നൽകി. അവനെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം എത്ര ഹ്യൂമനിസ്റ്റാണ്, എത്ര ഹ്യൂമനിസ്റ്റിക്കാണ്, എത്ര മനുഷ്യത്വപരമാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ഓരോ മനുഷ്യൻ്റെയും മൂല്യവും വിലയും അംഗീകരിക്കുന്ന ഒരു ദൈവം, ഓരോ മനുഷ്യനെയും അവൻ്റെ ജീവനെയും വില കൽപ്പിക്കുന്ന ഒരു ദൈവം. എന്നാൽ ഈ ദൈവമല്ല സൃഷ്ടിച്ചത്, ഇത് തനിയെ ഉണ്ടായതാണ് എന്ന് വിഭാവനം ചെയ്യുന്ന ആശയം സ്വന്തം സൃഷ്ടങ്ങളെ, സഹോദരങ്ങളെ, സൃഷ്ടിജാലങ്ങളെ, സമസൃഷ്ടങ്ങളെ കൊന്നൊടുക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്നു. കാരണം അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിന് വേണ്ടി കൂടെയുള്ള ജന്തുജാലങ്ങളെ കൊന്നൊടുക്കുന്നത് തെറ്റല്ല എന്ന് പറയുമ്പോൾ എത്ര മനുഷ്യത്വപരമാണ് എന്ന് നോക്കൂ. ദൈവത്തിനല്ലാതെ ഒരു മനുഷ്യനെയും ഒരു ജീവനെയും ഇത്രമേൽ വില കൊടുക്കാൻ കഴിയില്ല. ദൈവത്തിനല്ലാതെ എന്നെയും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയില്ല. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഓരോ മനുഷ്യൻ്റെയും വില എന്താണെന്നറിയില്ല. അവൻ്റെ ജീവൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം അത്രമാത്രം സ്നേഹിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഒരു പരിണാമവാദത്തിൻ്റെ ഒരു സാമൂഹ്യ വിപത്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവല്യൂഷൻ പറയുന്നത് നമ്മളൊക്കെ പരിണമിച്ച് ഇല്ലാതാവുന്ന ആളുകളാണ്, പരിണമിച്ച് ഒടുങ്ങുകയാണ്. ഓരോ കാര്യങ്ങളും ഇവല്യൂഷൻ കോടാനുകോടി വർഷങ്ങൾ എടുത്താലും പരിണമിച്ച് ഇല്ലാതാകുന്നു. ഇന്ന് വംശനാശം സംഭവിക്കുന്ന ചില ജീവികളെയൊക്കെ ഉദാഹരണം എടുത്തിട്ടാണ് പറയുന്നത്, ഇനി അതൊന്നും ഉണ്ടാവില്ല, നമുക്കിനൊരു ജീവിതമുണ്ടാകുകയില്ല, ഇപ്പോൾ മാത്രമേ ജീവിതമുണ്ടാകുകയുള്ളൂ എന്നാണ് ഈ ആശയം പഠിപ്പിക്കുന്നത്. നോക്കൂ, നമ്മൾ ചില ഇവല്യൂഷണലിസ്റ്റിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോട് നേരിട്ട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ എന്നാലും ഞാൻ 2 ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കുവാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇങ്ങനെ നരകിച്ച് ദാരിദ്ര്യം പിടിച്ചൊന്നും ജീവിക്കരുത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോടിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അതിൻ്റെ പിന്നിലെ ആശയം ഇതാണ്. എന്താണ്? ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരിണമിച്ചില്ലാതായി പോകും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു നിമിഷം നമ്മൾ ആസ്വദിക്കണം.
അതുകൊണ്ടാണ് പല ആളുകളും, നമുക്കറിയാം, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ തെരുവിൽ ഒരു പെൺകുട്ടി അതിൻ്റെ കാമുകനൊത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ മനുഷ്യ മൃഗങ്ങൾ വന്നിട്ട് ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് പീഡിപ്പിച്ചു കൊന്നു. എന്താ കാര്യം? ഈ ചെറുപ്പക്കാരന്മാർ വിശ്വസിക്കുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, ഇന്ന് ഈ പെണ്ണിനെ നമ്മുടെ തരത്തിന് കിട്ടിയതാണ്, ഇന്ന് ഇതിനെ ഉപയോഗിക്കണം, ഇത് ഞാൻ ആസ്വദിച്ചേ പറ്റൂ എന്ന് അവർ വിശ്വസിച്ചു. അവർക്കറിയാം നാട്ടുകാർ കണ്ടാൽ തല്ലിക്കൊല്ലുമെന്നറിയാം, പോലീസ് പിടിച്ചാൽ തൂക്കിക്കൊല്ലുമെന്നറിയാം, ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരെ സംബന്ധിച്ചോളം ആ ഒരു നിമിഷത്തിൻ്റെ സുഖം, ആ ഒരു നിമിഷത്തിൻ്റെ സന്തോഷം, ഇനിയൊരു പക്ഷേ നമുക്ക് ഈ ചാൻസ് കിട്ടിയില്ലെങ്കിലോ നമ്മൾ അവസാനിക്കുകയല്ലേ, അതുകൊണ്ട് ഈ നിമിഷത്തെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് വിചാരിക്കുകയാണ് മനുഷ്യർ. നോക്കൂ, ദൈവമില്ലായ്മ എന്ന ആശയം, സൃഷ്ടിതാവായ ദൈവമില്ല എന്ന് പറയുന്ന ആശയങ്ങൾ കൊണ്ട് എന്താണ് ലോകത്തിന് ഇതുവരെ നേടാൻ കഴിഞ്ഞത്? ഈ ലോകത്തിൻ്റെ സാമൂഹിക വിപത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് രണ്ടും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, സൃഷ്ടിതാവായ ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ള ആ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് നേരെയുള്ള ഒരാക്രമണമാണ്. വേദപുസ്തകം പറയുന്നു ദൈവം സൃഷ്ടിച്ചത് 24 മണിക്കൂർ കൊണ്ടുള്ള ഒരു ദിവസം എന്നാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്നാണ് പറയുന്നത്. ആദ്യം രാത്രിയും പിന്നെ പകലും എന്നാണ്. അതായത് ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദ്യം രാത്രിയാണ് വരുന്നത്, ദിവസത്തിൻ്റെ തുടക്കമായി. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പോൾ ആദ്യം മനുഷ്യന് വിശ്രമം, പിന്നെ വർക്ക്. ആദ്യം വിശ്രമം, പിന്നെ പണിയെടുക്കുക. ആദ്യം വിശ്രമിക്കുക, കിടന്നുറങ്ങുക, എന്നിട്ട് വിശ്രമിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാക്കിയ രീതി. അതാണ് നമ്മുടെ ബയോറിതം. ഓരോ മനുഷ്യൻ്റെയും ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. നോക്കൂ, ഇന്ന് എങ്ങനെയാണ് ലോകത്തിൻ്റെ പ്രവർത്തനം? ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-29 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഒരു ശക്തി ഉണ്ടാവും, അവൻ അത്യുന്നതനെതിരെ വമ്പ് പറയും, അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. സമയങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. സന്ധ്യ മുതൽ സന്ധ്യ വരെ ആയിരുന്ന 24 മണിക്കൂറുള്ള ദിവസത്തിനെ അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ ആക്കി. അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ. രാത്രി 12 മണിക്കാണ് ഇപ്പോൾ ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പം? ട്രെയിൻ കയറാൻ പോകുമ്പോഴാണ് പ്രശ്നം. സമയം ഏതാണെന്ന് അറിയത്തില്ല. പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ട്രെയിൻ വിട്ടുപോയിരിക്കും. അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ. ഇന്ന് മനുഷ്യൻ ഉറങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? 12 മണി, 1 മണി, 2 മണി, 3 മണിക്കാണ് ആളുകൾ ഫോണും കണ്ട് സ്വകാര്യതയും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ വിശ്രമിക്കാനുള്ള സമയം കുറഞ്ഞു പോയിരിക്കുന്നു. മനുഷ്യൻ ഉറങ്ങുന്നില്ല. ദൈവം പറഞ്ഞു ആദ്യം വിശ്രമിക്കുക, പിന്നെ ജോലിയെടുക്കുക, ആദ്യം വിശ്രമിക്കുക, പിന്നെ പണിയെടുക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇക്കണ്ട മുഴുവൻ ജീവിതശൈലി രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയും കാരണം മനുഷ്യൻ്റെ ശരിയായ വിശ്രമമില്ലായ്മയാണ്. ശരിയായ വിശ്രമമില്ലാതെയാണ്. ഉറക്കം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ, സൂപ്പർ ടെൻഷനും പിന്നെ BP-യും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. നോക്കൂ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ബയോറിതം ഈ രാത്രിയിൽ ഉറങ്ങുക, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ മനുഷ്യൻ വിശ്രമത്തിലേക്ക് പോകണം, എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ അധ്വാനിക്കാനായിട്ട് പോകണം. ആ പ്രപഞ്ചത്തിൻ്റെ ദൈവം ഉണ്ടാക്കിയ ആ രീതിയെ മനുഷ്യൻ തകർത്തു കളഞ്ഞു. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മൂന്നാമതായി, ഈ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് സാബത്താണ്. ദൈവം പറഞ്ഞു, ഞാൻ 6 ദിവസം കൊണ്ട് ഈ ചരാചരങ്ങളെ മുഴുവനും ഉണ്ടാക്കി, ഞാൻ 7-ാം ദിവസം നിവൃത്തനായിരുന്നു എന്ന് പറയുകയാണ്. 7-ാം ദിവസത്തെ ഞാൻ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? യഥാർത്ഥമായ വിശ്രമത്തിന് വേണ്ടി, കമ്മ്യൂണിയന് വേണ്ടി. അത് ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സൃഷ്ടിച്ച ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ. ഇന്ന് മനുഷ്യന് വേണ്ടാത്തത് കൂട്ടായ്മയാണ്. ആരും ആരോടും ചേരാൻ പാടില്ല.
നോക്കൂ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും മനുഷ്യൻ ബന്ധപ്പെടുന്നു. മനുഷ്യന് മനുഷ്യനെ സ്നേഹിക്കണ്ട, മനുഷ്യന് മനുഷ്യനെ വേണ്ട. മനുഷ്യൻ പരസ്പരം കൊലവിളിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം കൂട്ടായ്മ എന്നുള്ള അനുഭവം അവർക്ക് വേണ്ട. സാഹോദര്യം എന്ന മഹത്വമായ കാര്യം അവർക്ക് ആവശ്യമില്ല. സാബത്തിന് നേരെ അക്രമം അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ സ്നേഹത്തിന് നേരെയുള്ള ആക്രമണം എന്നു തന്നെയാണ്. ഇനിയും അടുത്തതായി നമ്മൾ കാണുന്ന ആക്രമണം എന്ന് പറയുന്നത് സാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ അടയാളമാണ്. 6 ദിവസം കൊണ്ട് ഞാൻ ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം ഞാൻ അതിൽ നിവൃത്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കൽപ്പന പറയുമ്പോൾ പറയുന്നത്, ഞാൻ 6 ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം നിവൃത്തനായതുകൊണ്ട് ഞാൻ ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു, അതിനെ ശബദായിട്ട് ആചരിക്കുക എന്ന് പറയുകയാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ നമസ്കരിപ്പീൻ, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതിയോടും അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. അത് സൃഷ്ടിതാവായ ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുകയാണ്. ഉളവായതെല്ലാം അവനാൽ ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് സൃഷ്ടിതാവ് എന്നുള്ളതാണ് സാബത്ത് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവമാണ്, എൻ്റെ അധികാരപരിധി ഭൂമിയുമാണ്. സൃഷ്ടിയുടെ അടയാളമാണ് സാബത്ത്. ഞാനാണ് സൃഷ്ടിച്ചതെന്നുള്ളതിൻ്റെ അടയാളമാണ് സാബത്ത്. സാബത്തിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും സൃഷ്ടിതാവുമായ ദൈവമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് നിത്യസുവിശേഷം എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. അപ്പോൾ സാബത്തിനെ എതിരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. മറ്റൊരു ആശയം നിലനിൽക്കുന്നത് തീയിസ്റ്റിക് ഇവല്യൂഷനാണ്. തീയിസ്റ്റിക് ഇവല്യൂഷൻ, ദൈവദത്തമായ പരിണാമം എന്ന് വെച്ചാൽ ദൈവം ഒരു ഏകകോശ ജീവിയുണ്ടാക്കി, ആ ഏകകോശ ജീവിയിൽ നിന്ന് എല്ലാം ഇതേപോലെ കാണുന്നതായി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട്. മാർപ്പാപ്പ പോലെയുള്ള മത നേതാക്കന്മാർ തീയിസ്റ്റിക് ഇവല്യൂഷനിൽ വിശ്വസിക്കുകയാണ്. അവർ പറയുന്നു ദൈവം ഒന്നിനെ ഉണ്ടാക്കി ബാക്കിയെല്ലാം പരിണമിച്ചുണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ വീക്കിലി സൈക്കിളിനെ വേണ്ടാന്ന് വെക്കാം. ദൈവം 7 ദിവസങ്ങളുള്ള ഒരാഴ്ച കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ള ആശയത്തെ തച്ചുടയ്ക്കാനാണ് തീയിസ്റ്റിക് ഇവല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കോടാനുകോടി വർഷങ്ങൾ എടുത്തു ഈ വീക്ക്ലി സൈക്കിൾ ഇല്ല എന്ന് സ്ഥാപിക്കാം. അങ്ങനെ വീക്ക്ലി സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ 7-ാം ദിവസം ശനിയാഴ്ച ആരാധനാ ദിവസമായി വരികയുള്ളൂ. ശനിയാഴ്ച എന്ന ആരാധനാ ദിവസത്തെ സാബത്തിനെ നിഷേധിക്കുമ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടിത്വത്തെ നിരാകരിക്കുകയാണ്. അവനാണ് സൃഷ്ടിതാവ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശുക്രിസ്തു ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ള പറയുന്ന വേദപുസ്തകത്തിലെ 1-ാമത്തെ ചാപ്റ്ററിനെതിരെയുള്ള ഓരോ ആക്രമണങ്ങളും നമ്മുടെ എക്സിസ്റ്റൻസിന് നേരെയുള്ള ആക്രമണമാണ്, ദൈവത്തിന് നേരെയുള്ള ആക്രമണമാണ്, ദൈവത്തെ നിഷേധിക്കലാണ്, ദൈവമില്ല എന്ന് സ്ഥാപിക്കലാണ്, യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഓരോ കാര്യങ്ങളും. ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന സാമൂഹ്യ വിപത്ത് എന്താണെന്ന് പഠിച്ചു. ഇവല്യൂഷൻ കൊണ്ടുവന്ന സാമൂഹ്യ വിപത്ത് എന്താണ്, അല്ലെങ്കിൽ ഓരോ ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള ആ കാര്യത്തിനെ, സമയത്തെ മാറ്റിയപ്പോൾ മാനവരാശിക്ക് എന്ത് ദോഷം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. എന്നാൽ സാബത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധിക്ക് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശബത്തിനെ നമ്മൾ അംഗീകരിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഐ ആം ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഞാൻ സാബത്തിൻ്റെയും കർത്താവാകുന്നു.
ഞാൻ ശബത്തിൻ്റെയും കൂടെ കർത്താവാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം മാത്രമല്ല, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മാത്രമല്ല, ഞാൻ സാബത്തിൻ്റെയും കൂടെ ഉടമസ്ഥനാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാബത്ത് കൂടെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കുന്നത് പൂർണ്ണമാകുകയുള്ളൂ. ഇല്ലെങ്കിൽ പകുതി നമ്മൾ സമ്മതിക്കുന്നവരായിത്തീരും. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ദൈവം മനുഷ്യനെ സ്നേഹത്താൽ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ പറയുന്നു ദൈവം സൃഷ്ടിച്ചതല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചില്ല എന്ന് നമ്മൾ അവകാശപ്പെടുകയാണെങ്കിൽ മനുഷ്യത്വത്തിന് വിലയില്ല, മനുഷ്യ സ്നേഹത്തിന് വിലയില്ല, സാഹോദര്യത്തിന് വിലയില്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ബയോറിതത്തിന് വിലയില്ല. എല്ലാത്തിനെയും തൃണവത്ഗണിച്ച് അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ അപകടങ്ങളിലേക്ക് ലോകത്തെ നയിക്കുകയാണ്. മനുഷ്യൻ പറയുന്നു, ഞങ്ങൾ ഈ ലോകത്ത് സമാധാനമുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും എവിടെയെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും ഈ ലോകത്ത് സമാധാനം സൃഷ്ടിക്കാൻ കഴിയില്ല. കർത്താവിന് മാത്രമേ സമാധാനം നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ സമാധാനത്തിൻ്റെ പ്രഭുവാകുന്നു. സമാധാനം ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നെ സൃഷ്ടിച്ച എൻ്റെ ഉടയവൻ, എന്നെ സ്നേഹിക്കുന്ന ദൈവം കരുതലായി ഓരോ നിമിഷവും അവൻ നമ്മളെ കരുതലോടെ വാർത്തെടുത്തു. എൻ്റെ മുഖവും എൻ്റെ കണ്ണും എൻ്റെ മുഖവും എൻ്റെ മൂക്കും എൻ്റെ നാക്കും എന്നെപ്പോലെ തന്നെ ആയിരിക്കണം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു. ദൈവം പറഞ്ഞത് അങ്ങനെയാണ്, വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അവൻ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി, എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തുടിക്കാൻ തുടങ്ങുന്ന ഹൃദയം, ഞാൻ മരിക്കുന്നത് വരെയും തുടർച്ചയായി തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തെ കർത്താവ് രൂപപ്പെടുത്തിയതാണ് അവൻ്റെ വിരലുകൊണ്ട്. അതിലേക്ക് അവൻ ജീവശ്വാസം നിറച്ചതാണ്. എത്ര കരുതലോടെയാണ്, എത്ര സ്നേഹാർദ്രമാണ്, എത്ര ശ്രദ്ധയോടുകൂടിയാണ്, എത്ര സ്നേഹപരമായിട്ടാണ് കർത്താവ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത്. അവൻ്റെ കരുതലിൻ്റെ സ്നേഹം. അവനാണ് എൻ്റെ ഉടയവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന് സമ്മതിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നാണ് കർത്താവ് ഈ കാലത്ത് ചോദിക്കുന്നത്. നിങ്ങൾ സാബത്തിനെ അംഗീകരിക്കാൻ ഓർക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായി കാണൂ, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് സമ്മതിക്കൂ. നമ്മുടെ പിതാക്കന്മാരോട്, അച്ഛനോട് ഒരു രാവിലെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചോദിക്കുമോ, അച്ഛാ നീയാണോ എൻ്റെ അച്ഛനെന്ന് ചോദിക്കുന്നൊരവസ്ഥയാണ് നമുക്കുണ്ടാവുന്നത്. കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി, നമ്മുടെ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കാം. യേശുവേ, നീയാണ് സൃഷ്ടിതാവ്. ആകാശം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, ആകാശവിധാനം അവൻ്റെ മഹത്വത്തെ ഘോഷിച്ചുല്ലസിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കാം. അവൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ക്ഷമയുടെയും ദൈവമാണ്. ദീർഘക്ഷമയും മഹാദൈവവുമായിട്ടുള്ള ദൈവമാണ്. അവനെ നമ്മുടെ ദൈവമായി അംഗീകരിക്കാമോ? പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്നെ ഞങ്ങളുടെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നു. നീ ഞങ്ങളുടെ ദൈവമായി തീരണമേ. നീ ഞങ്ങളെ സ്നേഹത്തിൽ ഞങ്ങളെ പുലർത്തണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.